എന്നാൽ സിനിമാ നടൻ അജു വർഗീസ് അല്ലാട്ടോ, ഇത് നമ്മുടെ പുഞ്ചിരി അജു. കൂട്ടുകാരിവനെ പുഞ്ചിരിക്കുട്ടൻ എന്ന് വിളിക്കും. അലാറം അടിക്കുന്നത് കേട്ടാൽ 6 മണിക്ക് എഴുന്നേൽക്കാനാണെന്നാ വിചാരം. എന്നാൽ സമയം ഇപ്പോൾ 10 മണി. എടാ അജു, എടാ അജു, നിന്നെ ഞാൻ തരാടാ. അജു, അപ്പന് വേറെ പണിയൊന്നുമില്ലേ? നീ എന്റെ ടൈം പീസ് വിഴിഞ്ഞ തേനാ ഒന്ന് എണീറ്റ് പോടാ. അപ്പ ഇന്നെന്റെ ഡിഗ്രി റിസൾട്ട് വരും. പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ മേടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്സായി കഴിഞ്ഞാലല്ലേ? അതല്ല, നിനക്ക് എന്തിനാണ് ആ മൊബൈല്? എനിക്ക് മാത്രം മൊബൈൽ ഇല്ലാത്തത്, എന്റെ എല്ലാ ഫ്രണ്ട്സിനും മൊബൈൽ ഉണ്ട്. ആദ്യം പാസ്സാവട്ടെ, എന്നിട്ട് നോക്കാം. എപ്പോഴാടാ നിന്റെ റിസൾട്ട് വരുന്നത്? ഏകദേശം ഉച്ചയാവും. എടാ, എത്ര നേരം സെർച്ച് ചെയ്യണത്? നീ റിസൾട്ടിനാണ് നോക്കണത്? നിന്റെ സൈറ്റ് കിട്ടിയുണ്ട്. എവിടെ? പക്ഷെ നിന്റെ പേര് കാണാലടാ. അതില്ലടാ, പേരില്ലെങ്കില് ഫെയിലായി എന്നാണ് അർത്ഥം. നീ ശരിക്കും നോക്കി. എടാ, അപ്പൊ സംഭവം അതന്നെടാ, നീ തോറ്റടാ. ഈ പന്നിനെ കൊണ്ട് ദിനച്ചനെ നിന്റെ പേര്. നീ പാസ്സായടാ. ഹലോ അപ്പ, അജുവാണ്. ഞാൻ പാസ്സായിട്ടാ. വെള്ളമില്ലാത്തതിനാൽ വള്ളംകളി മാറ്റിവെച്ചു ആറന്മുള. എന്തൊക്കെ വാർത്തകളാണ്. നീ ശരിക്കും പാസ്സായ? ഞാൻ നിനക്കൊരു മൊബൈല് മേടിച്ചിട്ടുണ്ട്. ഹായ്. അപ്പ ഇത് ക്യാമ്പസിലാണോ? കുറെ തുളയൊക്കെ ഉണ്ട്, വേറെ ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ എനിക്കും കിട്ടി മൊബൈല്. ഇവരാണ് അജു വർഗീസിന്റെ കൂട്ടുകാർ. അജു വർഗീസിന് കൂട്ടുകാരെന്ന് വെച്ചാൽ ജീവനാണ്. പഞ്ചാരക്കുട്ടമ്മ നമ്മുടെ പഞ്ചാരക്കുട്ടമ്മ. ബ്രോ, അപ്പൊ എനിക്ക് മൊബൈൽ ചെന്നടാ. നീ എന്തെന്നാ മുകളിലേക്ക് നോക്കുന്നത്? വല്ല കാക്കയമ്പളം തുറക്കണ്ടോ നോക്കിയതാ ഇവന്റെ അപ്പൻ. പോടാ. എടാ, എനിക്ക് FB അക്കൗണ്ട് തന്നെ. ഞാനാ? നീ ആ ബേസിൽ കൊടുക്കും. എടാ, നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. എടാ, മൊബൈലിൽ ചാർജ് ഇല്ല. അതെ, എന്ന് ഞാൻ
പോണു. കാണാ. ഓക്കേടാ. ഓക്കെ. അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങില്ല. മൊബൈൽ കിട്ടിയോണ്ട് ഇനി അവൻ ഒട്ടിറങ്ങില്ല. ശരിയാ. എടാ അജുവിനൊരു കിടിലം പണി കൊടുത്താലാ? അതെങ്ങനെ? നമുക്കേ കസ്റ്റമർ കെയർ ആണെന്ന് പറഞ്ഞ് വിളിച്ചാലോ? അത് വേണ്ട, അതുക്കും മേലെ. എടാ നമുക്ക് പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് വിളിച്ചാലോ? അതുക്കും മേലെ. എടാ ഞാൻ പറയാം, FB-യിൽ എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, അത് വെച്ച് പറ്റിക്കാം. എന്ത് ഫേക്ക്? അശ്വതി വിജയൻ എന്നൊരു സുന്ദരി കുട്ടി. എന്താണ് പേര്? അശ്വതി വിജയൻ. എടാ പന്നി, അത് നീയായിരുന്നല്ലേ? മച്ചാനെ ഇതപ്പോ ലൈനാക്കാനുള്ള പരിപാടിയാണ്. അത് മതി. FB ലൈനാക്കാം, പക്ഷെ നമ്പർ ചോദിക്കും, വിളിക്കേണ്ടിയും വരും. അതിനെന്ത് ചെയ്യും? എന്റെ കയ്യിലൊരു ന്യൂസിം ഉണ്ട്, ഫീമെയിൽ വോയിസിന്റെ സെറ്റിംഗ്സും ഉണ്ട്. അതെങ്ങനെ? എന്താ വിശ്വാസമായില്ലേ? ഞാൻ വിളിക്കാം. ലൗഡ് ഇടറാ. എനിക്ക് ഈ തിരക്കും ബഹളമൊന്നും ഇഷ്ടമല്ല. വിളിച്ചാ ഫോൺ എടുക്കില്ല, ഇത് കൊള്ളാലി പരിപാടി. വിളിക്കില്ല, മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കില്ല. ജോമനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് ദിവസം 2 തവണയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചേക്കണം. ഇത് തീർക്കും. അവനെ ലൈനാക്കിയിട്ടേ കാര്യമുള്ളൂ. അശ്വതിയുമായുള്ള ചാറ്റിംഗ് 1-2 ദിവസമല്ല, ആഴ്ചകൾ ഏറെ കടന്നു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി. പിന്നെ പ്രണയത്തിലേക്കും. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും പിരിയാനാവാത്ത വിധം അവർ അടുത്തു. ആ മച്ചാനെ, നീ എവിടെയാ? എടാ ചോദിച്ചോടാൻ തയ്യാറായിട്ടേക്ക്. ഇന്നാണ് അവനെ ഫോളാക്കാൻ പറ്റിയ ദിവസം. നീ അവരും കൂട്ടി കൊണ്ട് കുത്തിരിപ്പാടത്തോട്ട് വാ, ഞാനവിടെ എത്തിക്കോളാം. എടാ അവര് വരൂ. അതെ, അവര് വന്നണ്ടാ. അവര് വരുമോ? ഞങ്ങൾ ഫോൺ വിളിച്ചതോളൂ, അവൻ വരും. എടാ നിന്റെ കയ്യിൽ എന്തിട്ടാടാ? സാരിയാണ് നമ്മുടെ ജൂനുള്ളത്. അവൻ
അങ്ങനെ ആളത്ര പിടിപ്പല്ലോട്ടെ ഇസുടക്കാനാ നേരമുള്ളു. നീ ഇതെടുത്ത് നീ പോയി എടുത്തുണ്ടോന്ന് ചെല്ലി. ഓക്കെ ആ അതേടാ ആള് വന്നുണ്ട്. ഇവന്മാരെന്താണ് ഇവിടെ? ഇവിടെ വെറുതെ ചുമ്മാ നിന്നാ. അതല്ല നീ എവിടെ പോണ ഈ ബാഗായിട്ട്? ഒന്നുമില്ല. അശ്വതി ചേച്ചിയെ കാണാനാണോ? എടാ വിട്ടി, നിന്റെ FB യിലെ അശ്വതി വിജയനെ നിനക്ക് കാണണോ? ദാ നോക്ക്. Yo, everybody in the house, see the boys are down. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. We're talking to sing the story about the four real brothers. Brothers, brothers, brothers. എടാ അജു പോലെ നിക്ക്. എടാ അജു അവൻ പൊക്കോട്ടെ, ചമ്മേന്റെ വിഷമത്തിലാണ്.
സ്വർണത്തേക്കാൾ സുന്ദരവും തേനിനേക്കാൾ മധുരവുമുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ അതിര് കടന്ന ചില തമാശകൾ അവരെ ഇവിടെ എത്തിക്കുന്നു.